ശ്രീമന്നാരായണീയം ചൊല്ലണത് മണിയഞ്ചേരി. 84-ാം ദശകം. കുചിദധതപരോപരാഗകാലേ പുരിദധതൽകൃതവർമ്മകാമസൂനു യദുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം ബഹുതരജനതാഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യതീർത്ഥതോയം ദ്വിജഗണപരിമുക്തവിത്തരാശിഃ സമമിളധാഃ കുരു പാണ്ഡവാദിമിത്രൈഃ തവ ഖലു സൈരാജനൈഃ സമേതാ ദ്രുപദസുതാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിതഭവരാഹൃതി പ്രകാരൈരതിമുമുദേ സമമാന്യഭാമിനീഭിः തദനു ച ഭഗവന്നിരീക്ഷ്യ ഗോപാനതികുതുകാലുപഗമ്യമാനയിത്വാ ചിരതരവിരഹാരുരാംഗരേഖാഃ പശുപവധൂസരസം ത്വമന്വയാസീः സപദി ച ഭവദീക്ഷണോത്സവേന പ്രമൃഷിമാന ഹൃദാം നിരംബിനീനാം അതിരസപരിമുക്തകഞ്ജുളീകേ പരിചയഹൃദ്യതരേ കുചേന്യലൈഷീः രിപുജനകലഹൈः പുനഃ പുനർമേ സമുപഗരൈരിയതി വിളംബനാഭൂൽ ഇതി കൃതപരിരംഭണേന ത്വയിദ്രാഗരിവിവശാ ഖലു രാധികാനിലില്യേ അപഗതവിരഹവ്യഥാസ്തദാത രഹസി വിധായ ദദാധ തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേത്യുദയതി ഉദയതു സ്ഫുടമേവ ചേതസീതി സുഖരസപരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഃ സമഭവദമുതഃ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്താ മുനിവരനിവഹൈസ്തവാധ പിത്രാ ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിമിദം ശുഭാന്തരൈരിത്യുരുഹസിതൈരപി യാജിതസ്തദാസൗ സുമഹതി യജനേ വിതായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാഃ യദുജനമഹിതാശ്രീമാസമാത്രം ഭവദനുഷങ്കരസം പുരേവ ഭേജുഃ വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീരഖേരാം പ്രമുദിതഹൃദയഃ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗതേഭ്യഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 84 സമന്ത പഞ്ചകയാത്ര.
രാമകൃഷ്ണന്മാര് ദ്വാരകയിലെ സുഖത്തോടുകൂടി വസിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ കൽപ്പാന്തകാലത്തിലെന്ന പോലെ ഘോരവും പൂർണവുമായ സൂര്യഗ്രഹണം വന്നു ചേരുന്നതായി അവര് അറിഞ്ഞു. സൂര്യഗ്രഹണത്തിൽ നിന്നും ശാന്തി ലഭിക്കുന്നതിനായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനായും നാനാദേശങ്ങളിലെ ജനങ്ങള് കുരുക്ഷേത്രത്തിൽ വന്ന് താമസിക്കുവാൻ തുടങ്ങി. ഇവിടെയാണ് ശാസ്ത്രവിദ്യകളിൽ സമർത്ഥനായ പരശുരാമൻ ഭൂമിയെ ക്ഷത്രിയഹീനമാക്കി അവരുടെ രക്തം കൊണ്ട് സെമന്ത പഞ്ചകമെന്ന 5 രക്തക്കയങ്ങൾ നിർമ്മിച്ചത്. വിഷ്ണുംശമായ പരശുരാമൻ കർമ്മബന്ധമൊന്നുമില്ലെങ്കിലും ലോകരെ ബോധ്യപ്പെടുത്തുവാനായി ഇവിടെ വച്ചാണ് പാപശാന്തിക്ക് വേണ്ടിയുള്ള യജ്ഞങ്ങള് ചെയ്തത്. അതായത് പരശുരാമൻ 21 വട്ടം ക്ഷത്രിയ വംശം നശിപ്പിച്ച് ക്ഷത്രിയ രക്തം കൊണ്ട് അനേകം ജലാശയങ്ങളെ സമന്ത പഞ്ചകത്തില് നിർമ്മിച്ചിട്ടുണ്ടെന്നും ലോക സംഗ്രഹത്തിന് വേണ്ടി ഇവിടെ വെച്ചാണ് യജ്ഞം, അതായത് പ്രായശ്ചിത്ത യാഗം അനുഷ്ഠിച്ചതെന്നും ഭാഗവതത്തില് പ്രതിപാദിച്ചിട്ടുണ്ട്. ക്വചിതഥ തപനോപരാഗകാലേ പുരിനിധത്കൃതവർമ്മ കാമസൂനോ യദുകുലമഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം. നിന്തിരുവടി ഒരു സൂര്യഗ്രഹണ കാലത്ത് ദ്വാരകാപുരിയിൽ കൃതവർമാവിനെയും അനിരുദ്ധനെയും രക്ഷയ്ക്കായി നിർത്തിയിട്ട് യാദവന്മാരെയും സ്ത്രീകളോടും കൂടി സമന്തപഞ്ചകം എന്ന പേരാർന്ന പുണ്യ തീർത്ഥസ്ഥലത്തേക്ക് എഴുന്നള്ളുക ഉണ്ടായി. ഒരു ദിവസം ഒരു സൂര്യഗ്രഹണമുണ്ടായ അവസരത്തില് കൃതവർമാവിനെയും അനിരുദ്ധനെയും ദ്വാരകയിൽ കാവലിനായി നിർത്തിയിട്ട് യാദവന്മാർ, സ്ത്രീകൾ എന്നിവരോടൊത്ത് ഭഗവാൻ പുണ്യതീർത്ഥമായ സമന്ത പഞ്ചകം എന്നു പേരായ സ്ഥലത്തെ പ്രാപിച്ചു. ബഹുതര ജനതാഹിതായ തത്ര ത്വമപി പുനൻവിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശിഃ സമമിലഥാ കുരു പാണ്ഡവാദിമിത്രൈഃ. അവിടെ അനേകം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യഥാവിധി സ്നാനം ചെയ്ത് തീർത്ഥജലത്തെ പരിശുദ്ധമാക്കുന്നതിനായി ബ്രാഹ്മണർക്കെല്ലാം മതിയാവോളം ധനം വാരിക്കൊടുത്തും കൗരവന്മാർ, പാണ്ഡവന്മാർ മുതലായ മിത്രങ്ങളുമായി സമ്മേളിച്ചു. അതായത് അവിടെ സമ്മേളിച്ച ബഹുജനങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി ഭഗവാൻ സ്നാനം ചെയ്ത് തീർത്ഥജലത്തെ പരിശുദ്ധമാക്കി. ബ്രാഹ്മണ സമൂഹങ്ങൾക്കായി വളരെയധികം ധനം ദാനം ചെയ്തു. കൗരവ പാണ്ഡവന്മാരാകുന്ന ബന്ധുജനങ്ങളോടുകൂടി കൂട്ടുകൂടുകയും ചെയ്തു. ഭഗവാന്റെ സ്നാനത്താൽ തീർത്ഥജലം പരിശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. ഗ്രഹണ ദിവസം ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് അധികം പുണ്യപ്രദമാണ്. തവ ഖലു ദയിതാ ജനൈ സമേത ദ്രുപദസുതാ ത്വയി ഗാഢഭക്തിഭാരാം തതുദിത ഭവതാ ഹൃദി പ്രകാരൈഃ അതിമുമുഖേ സമമന്യഭാമിനീഭിഃ. അതായത് അങ്ങയിൽ ദൃഢമായ ഭക്തിഭാരത്തോടുകൂടിയ ദ്രൗപദി അങ്ങയുടെ പത്നിമാരുമായി കൂടിച്ചേർന്ന് അവരാൽ പറയപ്പെട്ടവയായ അവരെ ഹരിച്ചത് മുതലായ കഥകൾ കൊണ്ട് മറ്റു സ്ത്രീകളോടും കൂടി അത്യന്തം സന്തോഷിച്ചു. ഭഗവാന്റെ പത്നിമാരിലെ ഓരോരുവളും അവരെ ഭഗവാൻ വിവാഹം കഴിച്ച രീതി ദ്രൗപദിയെ പറഞ്ഞ് ധരിപ്പിച്ചു.
അതായത് സാധാരണക്കാര് തീർത്ഥസ്നാനം ചെയ്ത് പരിശുദ്ധമാവുകയാണ് പതിവ്. ഭഗവാനാവട്ടെ തൻ്റെ സ്നാനം കൊണ്ട് തീർത്ഥങ്ങൾക്ക് പരിശുദ്ധി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നിന്തിരുവടിയിലെ അത്യന്തം ഭക്തിവായ്പുള്ള പാഞ്ചാലി ദേവിയാകട്ടെ നിന്തിരുവടിയുടെ പ്രേയസി ജനങ്ങളോട് സമ്മേളിച്ച് നിന്തിരുവടി അവരെ സ്വീകരിച്ച പ്രകാരങ്ങള് അവര് വർണ്ണിച്ചു പറഞ്ഞത് കേട്ട് മറ്റ് സ്ത്രീകളോടൊപ്പം വളരെയധികം സന്തോഷിച്ചു. തഥനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാനതികുതുകാതുക ഉപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരാംഗരേഖാഃ പശുഭവതു സരസം ത്വമന്വയാസീഃ. ഭഗവാനെ, അനന്തരം നിന്തിരുവടി ഗോപന്മാരെ കൊണ്ട് അത്യാഹ്ലാദത്തോടെ അടുത്തു ചെന്ന് അവരെ മാനിച്ചു. എന്നിട്ട് വളരെ കാലത്തെ വിരഹ ദുഃഖത്താൽ ഒരു വര പോലെ അത്രയും മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ഗോപസ്ത്രീകളെ ആനന്ദത്തോടെ സമീപിച്ചു. അതായത് മഹാപ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ശങ്കിച്ച ഗോപവർഗം ഒരിടത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പരമദയാലുവായ ഭഗവാനാവട്ടെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്തത്. ഗോപിമാർ മാനത്താൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ വൃന്ദാവനത്തിൽ എന്ന പോലെ ഭഗവാൻ അവരെ പിന്തുടർന്ന് രസിപ്പിച്ചുവെന്നും അന്വയാസീഹി എന്ന പദം സൂചിപ്പിക്കുന്നു. അതായത് അല്ലയോ ഭഗവൻ, അങ്ങ് അതിനുശേഷം അതായത് ഗോകുലത്തിൽ നിന്നും എത്തിച്ചേർന്ന ഗോപന്മാരെ കണ്ടിട്ട് ഏറിയ കൗതുകം ഹേതുവായി അവരുടെ അടുത്തു ചെന്നിട്ട് അവരെ ബഹുമാനിച്ച് വളരെ കാലത്തെ വിരഹം നിമിത്തമുണ്ടായ ദുഃഖം മൂലം ശോഷിച്ച് ഒരു രേഖ പോലെയായി തീർന്ന ശരീരത്തോടു കൂടിയവരായ ഗോപ വധുക്കളെ രസത്തോടുകൂടി അനുഗമിച്ചു. സപതി ച ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാനഹൃതാം നിതംബിനീനാം അതിരസ പരിമുക്ത കഞ്ജുളീകേ പരിചയ ഹൃദ്യതരേ കുചേ ന്യലൈഷീഹി. നിന്തിരുവടിയുടെ ദർശനം കൊണ്ടുണ്ടായ പരമാനന്ദത്താൽ മനസ്സിൽ നിന്ന് പ്രണയ കോപം നിശേഷം നീങ്ങിയ ഗോപസുന്ദരിമാരുടെ പ്രേമാതിശയം കൊണ്ട് കെട്ടഴിഞ്ഞു നീങ്ങിയ മുലപ്പടർപ്പാർന്നതും പൂർവ പരിചയത്താൽ ഏറ്റവും മനസ്സിനിണങ്ങിയതുമായ കുജമണ്ഡലങ്ങളിൽ തികച്ചും ചേർന്നു ലയിച്ചു. ഭഗവാൻ തന്നിൽ അത്യന്തം പ്രേമഭക്തി തികഞ്ഞ രാധയെ സമാശ്വസിപ്പിക്കുന്നു. അതായത് വേഗത്തിൽ തന്നെ അങ്ങയുടെ ദർശനം ഹേതുവായുണ്ടായ ആനന്ദാതിരേകം കൊണ്ട് മനസ്സിലെ ദുരഭിമാനം നശിച്ചവരായ സുന്ദരിമാരുടെ വർദ്ധിച്ച അനുരാഗത്താൽ കഞ്ചുകം അഴിഞ്ഞുപോയതും പരിചയം കൊണ്ട് അവരെ വളരെ പ്രിയമായതുമായ സ്ഥലങ്ങളിൽ അങ്ങ് ഒട്ടിച്ചേർന്നു. അതായത് ഗാഠമായി ആശ്ലേഷിച്ചു എന്ന് പറയാണ്. ഇനി രിപുജന കലഹൈ പുനൈ പുനർമേ സമുപഗതൈര്യതി വിളംബനാഭൂത് ഇതി കൃത പരിരംഭണേ ത്വയി ദ്രാഗതി വിവശ ഖലു രാധികാ നിലില്യേ. വീണ്ടും വീണ്ടും വന്നു ചേർന്ന ശത്രുക്കളുമായുള്ള യുദ്ധം നിമിത്തമാണ് എനിക്ക് ഭവതിയുടെ അടുത്ത് വരാൻ കാലതാമസം നേരിട്ടത് എന്ന്
ഭഗവാൻ അത്യന്തം ഭഗവാനിൽ അത്യന്തം പ്രേമഭക്തി തികഞ്ഞ രാധയെ സമാശ്വസിപ്പിക്കുന്ന ശ്ലോകമാണ് ഇത്. അതായത് വീണ്ടും വീണ്ടും വന്നു ചേർന്ന ശത്രുക്കളുമായുള്ള യുദ്ധം നിമിത്തമാണ് എനിക്ക് ഭവതിയുടെ അടുത്തു വരാൻ കാലതാമസം നേരിട്ടത് എന്ന് പറഞ്ഞ് നിന്തിരുവടി ആലിംഗനം ചെയ്തപ്പോൾ രാധാദേവി പെട്ടെന്ന് അത്യന്തം പ്രേമപരവശയായി തന്നെ നിന്തിരുവടിയിൽ തികച്ചും ലയിച്ചു. അതായത് നിന്തിരുവടിയോട് ഐക്യസുഖം പ്രാപിച്ചു എന്ന് പറയാണ്. പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവയായ ശത്രുക്കളുടെ കാലഹം കാരണം എനിക്ക് ഇത്രയും കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞ് അങ്ങ് ആശ്ലേഷിച്ചപ്പോൾ രാധാദേവി വേഗത്തില് സന്തോഷാധിക്യത്താൽ അങ്ങയിൽ ലയിച്ചവളായി തീർന്നു. ഇനി അടുത്തത് ഗോപികൾക്ക് ഭഗവാൻ തത്വോപദേശം നൽകുന്നതാണ് ശ്ലോകം. അഭഗത വിരഹവ്യഥാസ്തതാത രഹസി വിധായ ദതാഥ തത്വബോധം പരമസുഖചിതാത്മകോഹമാത്മേത്യുദയ ഉദയദുവ സ്ഫുടമേവ ചേതസീതി. ആ അവസരത്തിലെ ഏകാന്തതയിൽ വെച്ച് ആ ഗോപികളുടെ വിരഹ ദുഃഖമെല്ലാം അകറ്റി പരമാനന്ദ പ്രകാശ സ്വരൂപനായ ഞാൻ ആകുന്നു സർവ ജീവജാലങ്ങളുടെയും ആത്മാവ്. അതായത് സർവാന്തര്യാമി എന്ന ബോധം നിങ്ങളുടെ മനസ്സിൽ സ്പഷ്ടമായി ഉദിക്കട്ടെ എന്നിപ്രകാരം തത്വജ്ഞാനം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അതായത് രഹസ്യമായ സ്ഥലത്ത് വെച്ച് അങ്ങ് ആ ഗോപികമാരെ ദുഃഖത്തിന് അറുതി വന്നവരാക്കി തീർത്തിട്ട് ഞാൻ സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവാകുന്നു എന്നിങ്ങനെ നിങ്ങളുടെ ചേതസ്സിൽ വ്യക്തമായ ജ്ഞാനം ഉദിക്കട്ടെ എന്ന് ഉപദേശിച്ചിട്ട് പരമാത്മ സ്വരൂപത്തെ പറ്റിയുള്ള യഥാർത്ഥ തത്വത്തെ ദാനം ചെയ്തു. സുഖരസപരിമിശ്രിതോ വിയോഗഃ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഃ സമഭവദമുതഃ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്താം. പണ്ട് ഉദ്ധവര് നൽകിയ ഉപദേശങ്ങളില് ആ ഗോപികമാരുടെ വിരഹ ദുഃഖം അല്പം ആനന്ദാനുഭവം കലർന്നതായി തീർന്നിരുന്നു. ഈ ഭഗവത് ഉപദേശം ഹേതുവായിട്ട് ഇതിനു ശേഷമാകട്ടെ നിന്തിരുവടിയെ കുറിച്ചുള്ള ചിന്ത പരമാനന്ദ ദ്വൈത രൂപമായി പരിണമിച്ചു. അതായത് ഗോപികളുടെ ഹൃദയം പരിപക്വമായി കഴിഞ്ഞിരിക്കുന്നു. തത്വജ്ഞാനം ഉപദേശിക്കുന്നതോ സാക്ഷാൽ ഭഗവാൻ നേരിട്ട് തന്നെ. അതുകൊണ്ട് ദുഃഖസ്പർശമില്ലാത്ത സച്ചിദാനന്ദാനുഭവം ആത്മസാക്ഷാത്കാരം അവർക്ക് ഇപ്പോൾ സിദ്ധിച്ചിട്ടുണ്ട്. അതായത് മുമ്പ് തന്നെ ഉദ്ധവര് ഗോകുലത്തിൽ ചെന്നപ്പോൾ ചെയ്ത തത്വോപദേശം കൊണ്ട് വിരഹ ദുഃഖം കുറച്ചെങ്കിലും സുഖസമ്മിശ്രമായി തീർന്നിരുന്നു. ഇപ്പോൾ അങ്ങയുടെ അതായത് ഭഗവാന്റെ ഉപദേശം മൂലമാകട്ടെ അങ്ങയെക്കുറിച്ചുള്ള അവരുടെ വിചാരം പരമമായ ബ്രഹ്മാനന്ദ സുഖമായി ഭവിച്ചു എന്ന് പറയണം. ഇനി അടുത്ത ശ്ലോകം. മുനിവര നിവഹൈസ്തവാഥ പിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിമിതം ശുഭാന്തരൈരിത്യുരുഹസിതൈരപി യാചിതസ്തദാസൗ. അതായത് അനന്തരം നിന്തിരുവടിയുടെ പിതാവ് വസുദേവര് ദുരിതശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ശുഭകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യാസ നാരദാദി മഹർഷിമാരോട് ചോദിച്ചു. അവരാകട്ടെ ജഗദീശ്വരനായ നിന്തിരുവടി പുത്രനായിരിക്കെ മറ്റു ശുഭകർമ്മങ്ങളെ കൊണ്ടുള്ള ഈ ദുരിത ശമന പ്രാർത്ഥനം എന്ത് എന്ന് പറഞ്ഞ്
പൊട്ടിച്ചിരിച്ചു. എങ്കിലും ആ അവസരത്തില് ഈ വസുദേവരെ കൊണ്ട് ആ യാഗം ചെയ്യിച്ചു. അതായത് ഭഗവാന്റെ പിതാവായ വസുദേവനാൽ ദുരിതനാശത്തിനായി എന്ത് ശുഭകർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിക്കപ്പെട്ടവരായ താപസ ശ്രേഷ്ഠ സമൂഹങ്ങളാൽ അങ്ങ് പുത്രനായിരിക്കെ മറ്റുള്ള പുണ്യകർമ്മങ്ങൾ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചുവെങ്കിലും അവരാൽ വസുദേവൻ യാഗം ചെയ്യിക്കപ്പെട്ടവനായി. സുമഹതിയജനെ വിദായമാനെ പ്രമുദിതമിത്രജനെ സഹൈവ ഗോപാ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവതനുഷങ്കരസം പുരേവ ഭേജുഃ. അത്യന്തം സന്തുഷ്ടമായ സുഹൃജനങ്ങളോട് കൂടിയതും വിഭവസമൃദ്ധവുമായ യാഗം നടന്നുകൊണ്ടിരിക്കെ ഗോപന്മാർ ബന്ധുക്കളോടുകൂടി യാദവന്മാരാൽ ബഹുമാനിക്കപ്പെട്ടവരായി 3 മാസക്കാലം നിന്തിരുവടിയുടെ സമ്പർക്കം കൊണ്ടുള്ള പരമാനന്ദം പണ്ടത്തെ പോലെ അനുഭവിച്ചു. അതായത് ഏറ്റവും സന്തോഷിച്ച മിത്രജനങ്ങളോട് കൂടിയതും ഏറ്റവും മഹത്തായതുമായ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോപന്മാർ അവരുടെ കൂടെ തന്നെ താമസിച്ച് യാദവന്മാരാൽ പൂജിക്കപ്പെട്ടവരായി 3 മാസക്കാലം അങ്ങയുമായുണ്ടായ സമാഗമത്തിന്റെ പരമാനന്ദ രസത്തെ പണ്ടത്തെ പോലെ അനുഭവിച്ചു. വ്യപഗമ സമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ വീതഖേദാം പ്രമുദിത ഹൃദയഃ പുരം പ്രയാതഃ പവനപുരേശ്വര പാഹി മാം ഗദേഭ്യഃ. വേർപിരിയുന്ന സമയത്ത്, അതായത് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് രാധയെ സമീപിച്ച് ഗാഢമായി ആലിംഗനം ചെയ്ത് അവൾ ദുഃഖമെല്ലാം അകന്നവളായി ഇരിക്കുന്നു എന്ന് കണ്ടിട്ട് തികച്ചും സന്തുഷ്ടചിത്തനായി അവിടുന്ന് ദ്വാരകാപുരിയിലേക്ക് മടങ്ങി. ശ്രീ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. പരമഭക്തയായ രാധയെ സംബന്ധിച്ചിടത്തോളം താൻ നൽകിയ തത്വോപദേശം ഫലിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഭഗവാൻ പ്രമുദിത ഹൃദയനായത്. ഭാഗവതത്തിൽ ഇല്ലാത്ത ഒരു മനോഹര കൽപ്പനയാണ് ഈ ശ്ലോകം. അതായത് വിട്ടുപിരിയുന്ന സമയത്ത് അങ്ങ് രാധയെ സമീപിച്ചിട്ട് ഗാഢമായി ആലിംഗനം ചെയ്ത് അവളെ ഖേദം അസ്തമിച്ചവളായി കണ്ടിട്ട് വളരെയധികം മോദമാർന്ന ഹൃദയത്തോടു കൂടിയവനായി ദ്വാരകാപുരിയിലേക്ക് പോയപ്പെട്ടവനായി, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് പരിപാലിച്ചാലും എന്ന് ഭട്ടതിരിപ്പാട്, നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ 84-ാം ദശകം ഇവിടെ സമാപിച്ചു. നമസ്തേ.